കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ. മന്ത്രിമാർ വിളിച്ചു, ഓഫീസ് അടച്ച് മാങ്കൂട്ടം, പാലക്കാട്ടേക്ക് പറന്ന് പിഷാരടി എന്ന തരത്തിലുള്ള ആവേശം നിറഞ്ഞ തലക്കെട്ടുകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ പാലക്കാട് നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രമേശ് പിഷാരടി തന്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഇന്നിംഗ്സ് എങ്ങനെയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിനിമയും ടെലിവിഷൻ ഷോകളും സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തകനായി പാലക്കാട്ടുകാർക്കൊപ്പം മാറാൻ ഒരുങ്ങുകയാണ് ഈ ജനപ്രിയ താരം. ഇതിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത ഏറ്റവും പുതിയ തീരുമാനങ്ങളും പാലക്കാടിനായുള്ള അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാനും എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ BJPയുടെ ശോഭാ സുരേന്ദ്രനെയും LDF സ്വതന്ത്രനെയും പിന്തള്ളി 13,000-ലധികം വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് രമേശ് പിഷാരടി പാലക്കാടിന്റെ പുതിയ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. BJP വലിയ വിജയപ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ഉയർത്തിയെങ്കിലും പിന്നീട് കൃത്യമായ ജനപിന്തുണയോടെ പിഷാരടി മണ്ഡലം നിലനിർത്തുകയായിരുന്നു. വിജയം സുനിശ്ചിതമാക്കിയതിനു പിന്നാലെ പാലക്കാട്ടെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പിഷാരടി വലിയൊരു കുറിപ്പും പങ്കുവച്ചിരുന്നു. എന്നാൽ കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒതുങ്ങാതെ പാലക്കാട്ടെ ജനങ്ങൾക്ക് താൻ നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ വേഗത്തിൽ നടപ്പിലാക്കാം എന്ന ആലോചനയിലാണ് ഇപ്പോൾ പുതിയ MLA. അതിന്റെ ആദ്യപടിയായി തന്റെ ഔദ്യോഗിക MLA ഓഫീസ് ഉടൻ തന്നെ പാലക്കാട് നഗരത്തിൽ തുറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഏത് സമയത്തും വരാനും പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാനും സാധിക്കുന്ന തരത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെയായിരിക്കും ഈ ഓഫീസ് പ്രവർത്തിക്കുക. ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു കലാകാരൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പൊതുവെ ഉയരാറുള്ള ഒരു വിമർശനമുണ്ട്: ഇവർ സിനിമാ തിരക്കുകൾക്കിടയിൽ മണ്ഡലത്തെ മറക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണസമയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്നത്. എന്നാൽ അത്തരം എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് രമേശ് പിഷാരടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. MLA എന്ന നിലയിൽ പാലക്കാട്ട് ജനങ്ങൾക്ക് പൂർണ്ണമായ സേവനം ഉറപ്പാക്കുന്നതിനായി തന്റെ അഭിനയ ജീവിതത്തിന് താൽക്കാലികമായ ഒരു വലിയ ബ്രേക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. വരും വർഷങ്ങളിൽ സിനിമ, ടെലിവിഷൻ പരിപാടികൾ, വിദേശത്തും സ്വദേശത്തുമുള്ള സ്റ്റേജ് ഷോകൾ എന്നിവയിൽ നിന്നെല്ലാം താൻ പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നാണ് പിഷാരടി വ്യക്തമാക്കിയത്. താൻ ഒരു പൂർണ്ണസമയ ജനപ്രതിനിധിയായി പാലക്കാട് മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഈ തീരുമാനം അണികൾക്കും വോട്ടർമാർക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കാൻ ഒരു ജനപ്രതിനിധി എപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന ബോധ്യമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നിന്നും ഇത്തവണ പുതിയ മന്ത്രിസഭയിലേക്ക് 2 മന്ത്രിമാർ ഉണ്ടെന്നത് വലിയൊരു അനുകൂല ഘടകമാണ്. ഈ ഒരു നേട്ടം മണ്ഡലത്തിന്റെ വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പിഷാരടിയുടെ തീരുമാനം. പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി കൃത്യമായ ഒരു വിഷൻ പ്ലാൻ തന്നെയാണ് രമേശ് പിഷാരടി മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താൻ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട്ടെ കർഷകരുടെ പ്രധാന പ്രശ്നമായ നെല്ല് സംഭരണം. പാലക്കാടൻ കർഷക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെയും സംഭരണ പ്രക്രിയയുടെയും കാലതാമസമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കർഷകർ തന്നെ നേരിൽ കണ്ട് സങ്കടങ്ങൾ പറഞ്ഞ കാര്യം പിഷാരടി വ്യക്തമാക്കുന്നു. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനായി വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ തന്നെ കൃത്യമായ തുക വകയിരുത്തി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കർഷകർക്ക് അർഹമായ തുക കൃത്യസമയത്ത് ലഭ്യമാക്കാനും നെല്ല് സംഭരണം സുഗമമാക്കാനും ആവശ്യമായ എല്ലാ ഇടപെടലുകളും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. കൃഷിക്കൊപ്പം തന്നെ നഗരാസൂത്രണത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് പുതിയ MLA ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ മേഖലകളും നഗരപ്രദേശങ്ങളും ഒരേപോലെ ചേർന്ന് തനതായ ഒരു ഭൂപ്രകൃതിയാണ് പാലക്കാട് മണ്ഡലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ പച്ചപ്പും കാർഷിക സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരത്തെ ഒരു ആധുനിക സിറ്റി ഹബ്ബായി വികസിപ്പിക്കാനാണ് പദ്ധതി. വരാനിരിക്കുന്ന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ വലിയ സാധ്യതകൾ പാലക്കാടിനുണ്ട്. ഒരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാട് വലിയ തോതിൽ വികസിക്കേണ്ടതുണ്ട്. ഈ സാധ്യതകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ ഒരു മഹാനഗരമായി പാലക്കാടിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ കൂടുതൽ വികസനം കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി സുസജ്ജമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള നഗര പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി പുതിയ ബൈപ്പാസ് റോഡുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനും പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധ നൽകും.
ഇവയ്ക്കു പുറമെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന മറ്റൊരു പ്രഖ്യാപനവും പിഷാരടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, അതായത് പഞ്ചായത്തുകളിലും നഗരസഭയിലും കുറഞ്ഞ നിരക്കിൽ വിവാഹങ്ങളും മറ്റു പൊതുസമ്മേളനങ്ങളും നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഓഡിറ്റോറിയങ്ങൾ പൂർത്തിയാക്കുകയോ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യും. സ്വകാര്യ ഓഡിറ്റോറിയങ്ങളുടെ വലിയ വാടക താങ്ങാൻ കഴിയാത്ത സാധാരണക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറും. അതുപോലെ തന്നെ യുവതലമുറയെ ലക്ഷ്യമിട്ടും വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന പാലക്കാട്ടെ യുവാക്കൾക്ക് ആവശ്യമായ മൂലധനവും കൃത്യമായ ബിസിനസ് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ പ്രാപ്തമായ ഒരു സംവിധാനം മണ്ഡലത്തിൽ കെട്ടിപ്പടുക്കും. പലർക്കും നല്ല ആശയങ്ങളുണ്ടെങ്കിലും ഫണ്ടിന്റെ കുറവ് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാർ മേഖലയിൽ നിന്നും മാത്രമല്ല മറ്റ് സംവിധാനങ്ങൾ വഴിയും ഇവർക്ക് ആവശ്യമായ മൂലധനം നേടിയെടുക്കാൻ ശ്രമം നടത്തുമെന്ന് MLA ഉറപ്പു നൽകുന്നു. ഇതുവഴി പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും യുവാക്കളുടെ കുടിയേറ്റം ഒരു പരിധിവരെ തടയാനും സാധിക്കുമെന്നാണ് പിഷാരടി പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ കേവലം ഒരു സിനിമാ താരത്തിന്റെ പകിട്ടിൽ ഒതുങ്ങാതെ പാലക്കാടിന്റെ മണ്ണറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജനകീയ നേതാവായി മാറാനാണ് രമേശ് പിഷാരടി ശ്രമിക്കുന്നത്. സിനിമയിലെ കോമഡി വേഷങ്ങളിലൂടെയും സ്റ്റേജിലെ കൗണ്ടറുകളിലൂടെയും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച പിഷാരടി ഇനി ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകളിലും വികസന നായകനായും നിയമസഭയിലും മണ്ഡലത്തിലും തിളങ്ങാൻ പോവുകയാണ്. കലാരംഗത്തോട് താൽക്കാലികമായി വിട പറഞ്ഞ് പാലക്കാടിനായി ഈ 5 വർഷം പൂർണ്ണമായി മാറ്റിവെക്കാൻ തയ്യാറായ ഈ പുതിയ MLAയുടെ വികസന സ്വപ്നങ്ങൾക്ക് പാലക്കാട്ടുകാർ വലിയ പിന്തുണയാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഓഫീസ് ഉദ്ഘാടനത്തോടെ അദ്ദേഹം തന്റെ വികസന കുതിപ്പിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. ഈ വാർത്തയുടെ മറ്റൊരു സുപ്രധാന വശത്തിലേക്ക് കടക്കുമ്പോഴാണ് മന്ത്രിമാർ വിളിച്ചു ഓഫീസ് അടച്ച് മാങ്കൂട്ടം പാലക്കാട്ടേക്ക് പറഞ്ഞ പിഷാരടി എന്ന രാഷ്ട്രീയ തലക്കെട്ടിന്റെ പൊരുൾ വ്യക്തമാകുന്നത്. മുൻപ് പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ നീക്കങ്ങളുടെയും പാർട്ടി നൽകിയ വലിയ ഉത്തരവാദിത്വങ്ങളുടെയും ഭാഗമായാണ് മണ്ഡലം ഒഴിഞ്ഞത്. പാർട്ടിയിലെ ഉയർന്ന നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തന്റെ പാലക്കാട്ടെ ഓഫീസ് ഔദ്യോഗികമായി അടച്ച് പുതിയ രാഷ്ട്രീയ ദൗത്യത്തിലേക്ക് നീങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രവർത്തന മേഖല മാറ്റിയതോടെയാണ് പാലക്കാട് മണ്ഡലം നിലനിർത്തുക എന്ന വലിയ ദൗത്യവുമായി രമേശ് പിഷാരടി മണ്ഡലത്തിലേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആവേശം നിലനിർത്തിയിരുന്നു. ആ ആവേശം ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കാനും അദ്ദേഹം ഒഴിഞ്ഞ ഓഫീസിന് പകരമായി അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു പുതിയ MLA ഓഫീസ് സജ്ജീകരിച്ച് പാലക്കാടൻ മണ്ണിലേക്ക് പറന്നിറങ്ങാനുമാണ് പിഷാരടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്.